അരൂരിൽ ഗർഡർ വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചതിൽ നിർമ്മാണ കമ്പനിക്കെതിരെ കേസെടുത്തു പോലീസ്. നിർമ്മാണം പുരോഗമിക്കുന്നതിന് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നാണ് എഫ്ഐആർ. അന്വേഷണത്തിന് ദേശീയപാത അതോറിറ്റി വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മരിച്ച രാജേഷിന്റെ കുടുംബത്തിന് നിർമ്മാണ കമ്പനി 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. ഇന്ന് പുലർച്ചെയാണ് ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ എരമല്ലൂരിൽ 80 ടൺ വീതം ഭാരമുള്ള ഗർഡറുകൾ തകർന്നു വീണത്. ഗർഡറുകൾ പിക്കപ്പ് വാനിന് മുകളിൽ പതിച്ച് ഡ്രൈവർ ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത്. ഗർഡർ ഉയർത്തി ഉറപ്പിക്കുമ്പോൾ ജാക്കി തെന്നിമാറിയാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം. നിർമ്മാണ കമ്പനിയെ പ്രതി ചേർത്ത് അരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന് നമ്മൾ പ്രാഥമിക ലെവലിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇത് അന്വേഷണം പൂർണ്ണമായി തീർച്ചയായിട്ടും ഡീറ്റെയിൽ അന്വേഷണം നാഷണൽ ഹൈവേയുടെ ഭാഗത്തുണ്ടാവും. എന്തുകൊണ്ടാണ് സംഭവിച്ചത് വ്യക്തമായിട്ടൊരു അന്വേഷണം ഉണ്ടാവും, നാഷണൽ ഹൈവേയുടെ ഭാഗത്തുണ്ടാവും. ഈ കമ്പനിക്കെതിരെ FIR ഇടാൻ പോലും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറല്ല. ഒരു FIR ഇട്ടിട്ടില്ല. ഇത്ര ഒരുപാട് അപകടങ്ങളുണ്ട്. നമ്മ പബ്ലിക്ക് പറയും, കുറച്ച് വണ്ടിക്കാർ അത് സമ്മതിക്കൂല. അവർ നമുക്കിട്ടും സണ്ടാക്കിയിട്ട് അവർക്ക് പെട്ടെന്ന് അത്യാവശ്യിക്കുമ്പോൾ അവർ പോവും. ഗർഡറുകൾ സ്ഥാപിക്കുന്ന സമയത്ത് വാഹനം കയറ്റിവിട്ടെന്നും നിർമ്മാണ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചെന്നുമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. രാജേഷിന്റെ കുടുംബത്തിന് നിർമ്മാണ കമ്പനി 25 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകും. നഷ്ടപരിഹാരം നൽകുമെന്ന ഉറപ്പിലാണ് കുടുംബം മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായത്. അപകടത്തിൽ വിശദമായ അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായി ദേശീയപാത അതോറിറ്റി അറിയിച്ചു. സമിതിയുടെ അന്തിമ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ഒത്തുകളിക്കുന്നുവെന്നും അപകടത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും CPI ആവശ്യപ്പെട്ടു. ന്യൂസ് മലയാളം, ആലപ്പുഴ.